അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചത് റായ്സ് കേവ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് ആക്ച്വലി അവരുടെ ഒരു പുതിയ കൺസെപ്റ്റ് റായ്സിൻ്റെ റോക്ക് ഹൗസ് എന്നുകൊണ്ടൊരു പുതിയ പ്രൊജക്റ്റ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടപ്പുറം തന്നെയാണ് ഞങ്ങൾ പണ്ട് താമസിച്ച കേവ് ഹൗസ് ഉള്ളത്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഈ ഒരു വീടും ഇനി ആ ഒരു കേവ് ഹൗസും രണ്ട് തീമായിട്ടാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി കംപ്ലീറ്റ് നല്ലൊരു ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു രണ്ട് ഈ വീടുകൾ. ഇപ്പോൾ അവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു റോക്കിൻ്റെ ഒരു തീമായിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ട്രീ ഹൗസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലൊക്കെ അങ്ങനെയാണ് ഇതിനുള്ളിലുള്ളത്. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ആദ്യം പെറ്റ്സിനെ കൊണ്ടുപോയിട്ട് ഉള്ളിലാക്കിയായിരുന്നു. നല്ലതാണ് ആക്ച്വലി. ഭയങ്കര നല്ല പ്രൈവസി ഉണ്ട്. പിന്നെ ഫുള്ളൊരു കാടല്ലേ. എനിക്ക് തോന്നുന്നു 10-20 ഏക്കറിന് മേലും സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. അത്രയും ഏക്കറിന് സ്ഥലമുള്ളതിനകത്ത് കോഫി പ്ലാന്റേഷനാണ് മെയിനായിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ എൻട്രൻസ്. ഈ സൈഡിൽ കൂടെ വരുന്നത്. സ്റ്റെപ്സ് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ മെയിൻ ഡോർ. അതിനുള്ളിൽ ഓൾറെഡി നമ്മുടെ പെറ്റ്സ് ഉണ്ട്. മൗവി നീലി ഒക്കെ ഓൾറെഡി ഞാൻ കയറ്റി വിട്ടു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറുകയായി. ഡോർ തുറന്നാൽ ഇങ്ങനെ ഇരിക്കും. കണ്ടോ? അതെ, ഇങ്ങനെ ഇരിക്കും. എല്ലാവരും ഉള്ളിൽ കയറേ. 2 നിലയാണ് കേട്ടോ. താഴെയും ബേസിക്കലി മേളിലൊരു ബെഡ്റൂം ഉണ്ട്. താഴെ ഒരു ലിവിങ് റൂം പ്ലസ് ബെഡ്റൂം, ചെറിയൊരു കിച്ചൺ, ബാത്റൂമുണ്ട് താഴെ. അതുപോലെ മേലെ ഒരു ബെഡ്റൂമും പിന്നെ വാഷ്റൂമുണ്ട്. സ്റ്റെയർസൊക്കെ കുറച്ച് അവർ ഇങ്ങനത്തെ ട്രീയുടെ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ചെറിയ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി വ്യൂ ആണെന്നത്. ഗ്ലാസ്സിൽ കൂടെ നമുക്ക് പുറത്ത് കാണുന്ന ഫുള്ള് കാടാട്ടോ. കംപ്ലീറ്റ് കാടാണ്. കാടിന് നടുക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ആദ്യമേ ഞാൻ അവരുടെ സാധനങ്ങളൊക്കെ കുറച്ച് സെറ്റിൽ ചെയ്തിട്ടാണ് വന്നത്. താഴെ പോയിട്ട് എല്ലാം നമ്മുടെ കുറച്ച് ലഗേജസ് അവർ താഴെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോഴും ഇവിടെ AC ഞങ്ങൾ വന്ന സമയത്ത് അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. AC ഇടേണ്ടി വന്നായിരുന്നു. റോക്ക് ഹൗസ് ആയതുകൊണ്ട് അവരുടെ ഇച്ചിരി ഒന്നാമത് കേവ് ഹൗസിനും ആ ചൂടുണ്ട് കേട്ടോ. ഇല്ലയെന്ന് പറയുന്നില്ല. ചെറിയ ചൂട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാനോ അല്ലെങ്കിൽ ACയോ തണുപ്പ് കാലത്തല്ലെങ്കിൽ, തണുപ്പെന്ന് പറഞ്ഞാൽ ഡിസംബർ ആ ഒരു സീസൺ അല്ലെങ്കിൽ നമുക്ക് നവംബർ ഡിസംബർ അല്ലെങ്കിൽ ചെറിയ ഫാനോ AC ഒക്കെ ഉണ്ട്. ഇത് അതിൻ്റെ ഒരു വേറെ സ്പോട്ടാണ്. ഇവിടെ ഈ നെറ്റിൽ നമുക്ക് കയറി നിൽക്കാം, ഇരിക്കാം, കിടക്കാം. അവിടെ ഇരുന്ന് സൂപ്പറായിട്ട് അടിപൊളി ഒരു വ്യൂ കാണാം. അതേപോലെ തന്നെയാണ് അവരുടെ ബെഡ്റൂമിലും. നമ്മുടെ മേളത്തെ ബെഡ്റൂമിലും ഒരു നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കിടക്കുന്നത് കണ്ടു. ഇനി ചുമ്മാ ഒരു ഷോ. ഞാനും മിലിയും കൂടെ ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടത്തെ മോനും ഹാപ്പിയാണ്. അവനെന്തൊക്കെയോ പള്ളപള്ളാന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ പേര് പറയണം ആക്ച്വലി. അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സും നല്ല ഹാപ്പിയാണ്. 3 പേര് നിൽക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ചെറിയൊരു ബ്രിഡ്ജ് പോലെ അവർ കെട്ടിയിരിക്കുകയാണ്. ചെറിയൊരു പാലം എന്ന് പറയാൻ പറ്റത്തില്ല. ചുമ്മാ ഒരു സ്റ്റെയർ കേസ് പോലെ കയറിയിട്ട് മേലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഇവിടുന്ന് കാടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ അടിപൊളി കേട്ടോ. അത് കഴിഞ്ഞ് പയ്യനവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിവിടെ നിന്നിട്ട് അവനെടുത്തുകൊണ്ട് ഇവിടെ വരാത്തതിനുള്ള സങ്കടമാണ്. അതിൽ തന്നെ ചെറിയ ഈ സ്റ്റെപ്സ് ഇറങ്ങി താഴെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു സ്ട്രീമുണ്ട്. അതിന്ന് കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർഫോൾസും കാണാം. പക്ഷേ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. അത് നമ്മുടെ വ്യൂ നോക്കിയ വീടിൻ്റെ. അങ്ങനെ താഴെ ഇറങ്ങി കുറച്ച് ദൂരം ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ചെറിയൊരു അരുവി. ആക്ച്വലി ഇത് മഴക്കാലത്ത് നല്ലപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. നല്ലപോലെ വെള്ളം, മട്ട എല്ലാം ഉണ്ടാവും. അതുപോലെ വെള്ളച്ചാട്ടം ഞങ്ങളവിടെ പോയിട്ടുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം, നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നൈറ്റ് വ്യൂ നോക്കി
അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് റോക്ക് ഹൗസ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ റൈസ് കേവ് ഹൗസ് കൂർഗ് എന്നാണ് വരിക. മടിക്കേരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമാണ് ഇതിന് സ്ഥലത്തേക്കുള്ളത്. അതുപോലെ ഞാൻ കുറേ വീഡിയോസ് ഇന്ന് റെക്കോർഡ് ചെയ്തത് ഞാൻ റെയ്ബാൻ മേറ്റ വഴിയാണ്. ഗ്ലാസ് കുഴപ്പമില്ല, ബട്ട് നൈറ്റ് വിഷൻ പോരാ.